എങ്ങനെയാണ് സഖാവിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? കേസിന് ചെറുപ്പം തൊട്ട് തന്നെ കണ്ടാൽ പറയും. ഞാൻ കുട്ടനാട്ടുകാരാണ്. അവിടെ കുട്ടനാട്ടിനാട് കർഷകത്തൊഴിലാളി പ്രസ്ഥാനം കുടുംബമായിട്ട് മുന്നിട്ട് നേതാവാണ്. അന്നോട്ട് നമ്മുടെ ചങ്കാണ് വി എസ് ആണ് നമ്മുടെ എല്ലാം. കുട്ടനാടാണ് വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. അദ്ദേഹത്തിന് 17 വയസ്സ് മാത്രം ഉള്ളപ്പോഴാണ് കൃഷ്ണപിള്ള അങ്ങോട്ട് അയക്കുന്നത്. അന്നോട്ട് നമ്മൾ കേട്ട് പറഞ്ഞൊരു പേര് വി എസ് ആണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ വി എസ് ആണ്. ഞങ്ങൾ വി എസ് കഴിഞ്ഞേ ഉള്ളല്ലോ. ആ വി എസിനെ ഒന്ന് കണ്ടിട്ട് പോകത്തുള്ളൂ. ഇപ്പം ഞാൻ എറണാകുളത്താണ് പഠിക്കുന്നത്. അവിടുന്ന് വന്നതാണ്. സേവന ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടിട്ട് പോകും. കുട്ടനാട് സൂചിപ്പിച്ചപ്പോഴാണ് ജിൽസി നമുക്കറിയാവുന്നതുപോലെ 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കൃഷ്ണപിള്ള അദ്ദേഹത്തിന് വി എസിനെ ഇത്തരത്തിൽ കുട്ടനാട്ടിലേക്ക് അയക്കുന്നത്. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വി എസ് ഇടപെടണമെന്ന് ആ ചെറുപ്രായത്തിൽ സഖാവിനൊരു ദൗത്യം നൽകുകയായിരുന്നു. വെറും 5 രൂപ നൽകിയിട്ടാണ് അയച്ചത്. പക്ഷേ അതിനുശേഷമുണ്ടായത് ചരിത്രമാണ്. അദ്ദേഹം എത്രത്തോളം തന്നെ ദൗത്യത്തിൽ വിജയിച്ചു, എത്ര വലിയ നേതാവായി വളർന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ചേട്ടൻ എവിടുന്നാണ്? ഞാൻ കലൂരും ലോക്കൽ കമ്മിറ്റി. വി എസിനെ കുറിച്ച് പറയാനാണ് എങ്കിൽ ചരിത്ര പുരുഷനായി ഇന്ന് മാറിയത് ത്യാഗോജ്വലമായ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തതിൻ്റെ അവകാശി തന്നെയാണ് സഖാവ് വി എസ്. മാത്രമല്ല ഇന്ന് കേരളത്തിലെ എല്ലാ തലമുറകളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയങ്കരനായി മാറാൻ വി എസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ചിത്രം. കാരണം ജനസഞ്ചയം തന്നെയാണ് വി എസിനെ ഒരു നോക്ക് കാണുവാൻ ഈ രാത്രിയും മഴയും എല്ലാം തിരിച്ചുകൊണ്ട് മുന്നിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ കോഴിക്കോട് കൊയിലാണ്ടി. കോഴിക്കോട് നിർത്തിയതാണ്. എന്താണ് സഖാവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ പറയാനുള്ളത്? അതിനെക്കുറിച്ച് അറിയുമ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ട EMSനെയോ അല്ലെങ്കിൽ AKGനെയോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കാലഘട്ടം ഞങ്ങൾ കണ്ട സഖാവാണ് വി എസ്. അപ്പം ഞങ്ങൾ പുള്ളിക്കാരൻ വി എസ് ഉണ്ടാക്കിയ മണ്ണിലാണ് ഞങ്ങൾ ഇപ്പം പ്രസ്ഥാനവും കാര്യങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾക്കൊക്കെ ഊർജ്ജമായ ഒരു സഖാവാണ്. എല്ലാ പ്രായപരിധിയില്ലാതെ എല്ലാ യുവാക്കൾക്കടക്കം ഞങ്ങളെ ഒരു ആവേശമാണ് ഈ വി എസ്. ഞാൻ നിൽക്കുന്ന ഈ വീട് നമുക്കറിയാവുന്ന പോലെ ചരിത്രം കണ്ട വീടാണ്. വി എസിൻ്റെ വികാര വിക്ഷോഭങ്ങൾ കണ്ട, വി എസിൻ്റെ എല്ലാ ഭാവങ്ങളും കണ്ടിട്ടുള്ളൊരു വീടാണെന്ന് നമുക്കറിയാം. ഈ ബാല്യകാലം ഇവിടെയായിരുന്നു. പിന്നീട് പീഡനങ്ങൾ പലതും ഏറ്റുവാങ്ങിയതിന് ശേഷം അദ്ദേഹം സ്കൂളിൽ വർണ്ണവിവേചനം നേരിട്ടതൊക്കെ നമുക്കറിയാം. തൻ്റെ അരയിലെ അരഞ്ഞാണമെടുത്ത് വീശിയാണ് തന്നെ അപമാനിച്ച സഹപാഠികളോട് വി എസ് പ്രതികരിച്ചത്. 2015 അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കരിയർ വെച്ച് വരുമ്പോൾ 2015 അദ്ദേഹം ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ട പാർട്ടി സമ്മേളന വേദിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങി വന്ന് നേരെ കയറിയത് ഈ വീട്ടിലാണ്. അന്ന് ഈ വീട് രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു. വി എസ് പാർട്ടി വിടുമെന്ന് വരെയുള്ള അഭ്യൂഹങ്ങളും മറ്റും അക്കാലത്ത് പടർന്നിരുന്നു. വി എസ് എങ്ങനെയാണ് തനിക്കെതിരെ ഉണ്ടായിരുന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുക എന്ന അഭ്യൂഹങ്ങൾ അക്കാലത്ത് പടർന്നിരുന്നു. ഈ വീടിൻ്റെ വാതിലടച്ച് അദ്ദേഹം അകത്തിരുന്നു ഏറെ മണിക്കൂറുകൾ. വലിയ പല ഇടപെടലുകളും നടന്നു. പിന്നീട് അദ്ദേഹം മൗനിയായി തിരുവനന്തപുരത്തേക്ക് ഇവിടെ നിന്ന് മടങ്ങിയതൊക്കെ തന്നെ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ മായാതെ നിൽക്കുന്നുണ്ട്. അത്രയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലം വേലിക്കകത്ത് വീട്. ആ വീടും ഈ സ്ഥലപ്പേരും ഒക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഉറങ്ങുമ്പോൾ വി എസ് അനശ്വരരായി മാറുകയാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ജനസഞ്ചയം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. ഇനിയും പക്ഷേ മണിക്കൂറുകൾ എടുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വലിയ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. എപ്പോൾ വന്നാലും വളരെ പെട്ടെന്ന് പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ശ്രമം അധികൃതരൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചവറയിലേക്ക് എത്തുന്നതേ ഉള്ളൂ വിലാപയാത്ര എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും സമയമെടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള, സമയമെടുത്തുകൊണ്ട് മാത്രമേ വിലാപയാത്രയ്ക്ക് ഇവിടെ എത്താൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ തയ്യാറാണ്. സഖാക്കൾ തങ്ങളുടെ സ്വന്തം വി എസിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്.